നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ജീവിതം പലവിധ നിയമങ്ങളുമായി കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ്. ഓരോ ദിവസവും നമ്മൾ നിയമം പാലിക്കേണ്ടതും അനുസരിക്കേണ്ടതുമൊക്കെ വളരെ അത്യാവശ്യവുമാണ്. ബാങ്കിങ് സിസ്റ്റം എന്നൊരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളതെല്ലാം നമുക്കറിയാം. ബാങ്കിങ് എന്താണെന്നുള്ളതും ഈ ബാങ്കിങ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതെന്നും നമുക്കറിയാവുന്നതാണ്. ഈ ബാങ്കിങ് ആക്ട് അല്ലെങ്കിൽ ബാങ്കിങ്ങിനെ കുറിച്ചുള്ള പലവിധ നിയമങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. ആ നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കാനായി അഡ്വക്കേറ്റ് അഭിലാഷ് NGS നമ്മോടൊപ്പം ചേരുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നീതിപാതയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നമുക്കറിയാം, ബാങ്കിങ് എന്നൊരു സംവിധാനം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. അതെ. ഇപ്പോൾ സാധാരണക്കാരനായാലും അല്ലെങ്കിൽ ബിസിനസ്സുകാരനായാലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ബാങ്കിങ് എന്നൊരു സംവിധാനത്തിലൂടെ അല്ലാതെ ഇപ്പോൾ ജീവിക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ചും ആഫ്റ്റർ കോവിഡ്, അതായത് 2020 ശേഷം ഈ ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. കാരണം ഇന്ത്യക്ക് അത്ര ശക്തമായ ഒരു ബാങ്കിങ് സംവിധാനം നിലവിലുള്ളത് കൊണ്ടാണ് കോവിഡിനെ വരെ നമ്മൾ ആ സമയത്ത് പ്രതിരോധിക്കാനായിട്ട് ആ ഒരു സംവിധാനം. അതെ. കാരണം പലവിധ മെറിറ്റും, അതായത് പലവിധ ആനുകൂല്യങ്ങളും ജനങ്ങളുടെ ഇടയിൽ നേരിട്ട് എത്തിക്കാൻ, അവരുടെ അക്കൗണ്ട് വഴി നേരിട്ട് എത്തിക്കാൻ സർക്കാരിനൊക്കെ സാധിച്ചത് ഈ ഒരു ബാങ്കിങ് സംവിധാനത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയേണ്ടത് ബാങ്കിങ് സംവിധാനം പ്രവർത്തിക്കുന്നത് പലവിധ നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ നിയമങ്ങളാണ് ശരിക്കും ബാങ്കിങ്ങിൻ്റെ ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ബാങ്കിങ് സിസ്റ്റത്തിൽ നിൽക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത് വളരെ അതിശക്തമാണ്. നമ്മുടെ താഴേക്കിടയിൽ കിടക്കുന്ന ആൾക്കാർ മുതൽ എത്ര പ്രമുഖ വ്യക്തികളായാലും ശരി, ഒരു ബാങ്കിങ് സംവിധാനത്തിലൂടെ മാത്രമേ ഇന്ന് ഏതൊരു വ്യക്തിക്കും തൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ബാങ്കിങ് എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മുടെ ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലും നമ്മുടെ ഒരു ലൈഫ് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം നമുക്ക് ഡെയിലി എന്തുമാത്രം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റൊട്ടീനാണ്. നമുക്ക് എന്ത് സാധനം വാങ്ങണമെങ്കിലും നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത് ഒരു വളരെ നെസസറി ആയിട്ടുള്ളൊരു വസ്തു തന്നെയാണ്. അത് നമുക്ക് കയ്യിൽ വെച്ചിരിക്കാം. അതിനൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട്. എത്രമാത്രം മണി നമ്മുടെ കൈവശം വയ്ക്കാൻ പറ്റും എന്നുള്ളതിന് വളരെയധികം ലിമിറ്റേഷനുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാം. പക്ഷേ ഈ സംവിധാനം വീട്ടിലൊക്കെ സൂക്ഷിക്കാൻ എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട്. എപ്പോൾ വേണോ അത് നഷ്ടപ്പെടാം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു നമുക്കൊരു ഫിയറുണ്ട്, പേടി എല്ലാ ആൾക്കാർക്കും. അതുകൊണ്ട് തന്നെയാണ് എവിടെയെങ്കിലും ഈ നമ്മുടെ മണി ഇത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വളരെ അകലെ ഇരിക്കുന്ന നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഒരവസ്ഥ നമുക്കുണ്ടായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ടും നമുക്കൊരു ട്രാൻസാക്ഷൻ നടത്തിയെടുക്കാൻ ഈ ഒരു സംവിധാനം കൊണ്ട് വളരെ സാധിക്കുന്നുണ്ട്. അതാണ് ഈ ബാങ്കിങ് സംവിധാനം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യനുണ്ടായിട്ടുള്ള ഗുണം, എടുത്തു പറയത്തക്ക ഗുണം. പിന്നെ നമുക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മുടെ ലോകം എന്ന് പറയുന്നത് എല്ലാവരും സത്യസന്ധമായിട്ട് ജീവിക്കണം എന്നില്ല. പല രീതിയിലുള്ള ഫ്രോഡുകൾ, മാൽ പ്രാക്ടീസ്, അല്ലെങ്കിൽ ഫ്രോഡ് ഡോക്യുമെൻ്റ് ഉപയോഗിക്കുക, ഫോൾസ് ഡോക്യുമെൻ്റ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നമ്മളിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. ബാങ്ക് എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും അതൊരു മോശമായ അല്ലെങ്കിൽ ഫ്രോഡ് സംവിധാനം എന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ നമുക്കറിയാം, ഈ പറയുന്ന ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ. നമുക്ക് 100 കണക്കിന് മെസ്സേജാണ് ഓരോ ദിവസവും. നമുക്ക് ഇൻട്രസ്റ്റ് തരാം, അല്ലെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യൂ. നമ്മുടെ പൈസ എങ്ങനെയൊക്കെ ഫ്രോഡ് മുഖേന കവർന്നെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് മുമ്പ് കാലത്ത് പല രീതിയിലും ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, അത് തിരിച്ച് അത് എന്ന് തരും.
അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ തന്നില്ല എന്നുണ്ടെങ്കിൽ എന്നങ്ങേര് നമ്മളെ ചീറ്റ് ചെയ്ത് അദ്ദേഹം പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ വാങ്ങാം? ഇതിനൊക്കെ ഒരു കൺട്രോള് നമ്മുടെ സമൂഹത്തിന് ഒരു നിയമസംഹിത എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കൺട്രോൾ വലിയൊരു സിസ്റ്റമാണ് അങ്ങനെ ഒരു, കാരണം എല്ലാ ജനങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ടു. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ 2023 എത്തി നിൽക്കുമ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നുള്ള അസംഭവ്യമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുക, ക്ഷേമ പെൻഷൻ മുതലുള്ള സർക്കാർ സംവിധാനങ്ങൾ എല്ലാം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കപ്പെടുക. അങ്ങനെ നമ്മളെല്ലാവരും ഈ ബാങ്കിൻ്റെ ഒരു നെറ്റ്വർക്ക് അതിലാണ് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പരസ്പരം എല്ലാ രീതിയിലും. അതെ അതെ. അപ്പോൾ അതുമായി സംരക്ഷിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് നിയമം കൊണ്ട് ഉദ്ദേശിച്ചത്. തികച്ചും അത്രത്തോളം വലിയൊരു സിസ്റ്റത്തിലേക്ക് ഒരു നിയമത്തിൻ്റെ പരിരക്ഷ ആവശ്യമാണ് എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അത് നിയമവിധേയമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു ബാങ്കിങ് സംവിധാനം. അതെ, പ്രധാനമായും നമുക്ക് ബാങ്കിങ് നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട 2-3 നിയമം ആക്റ്റുകൾ. പ്രധാനമായും പറയേണ്ടത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, രണ്ടാമത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, മൂന്നാമത് ഒരു ബാങ്ക് എങ്ങനെ ബാങ്കിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്. ഇതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട നിയമങ്ങളെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ സംവിധാനങ്ങളെല്ലാം എങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടുന്നു. നിയമങ്ങളെല്ലാം അതാത് സ്ഥാനത്തുണ്ട്, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഒരു ബാങ്ക് എന്ന സംവിധാനം അത് എത്രമാത്രം റിലയബിൾ, നമുക്ക് ഒരു വ്യക്തി കൊണ്ടുവന്ന് ആ ബാങ്കിൽ തൻ്റെ അക്കൗണ്ട് തുടങ്ങി ക്യാഷ് കൊണ്ടിടുന്നു. പക്ഷെ അത് തനിക്ക് എന്ന് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അത് എൻ്റെ കയ്യിൽ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇതിന് ബാങ്കിനെയും കൺട്രോൾ ചെയ്യപ്പെടണമല്ലോ. ബാങ്കും ഒരു വഴിവിട്ട രീതിയിൽ ആ പൈസ ബാങ്കിൽ നിന്നും പുറത്തു പോയാൽ എങ്ങനെ അത് റിക്കവർ ചെയ്തെടുക്കണമല്ലോ. എന്നാലല്ലേ ഈ പറയുന്ന ഈ ബാങ്കിനെ വിശ്വസിച്ച് ഒരു വ്യക്തി കൊണ്ടിട്ട് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് പ്രധാനമായും റിസർവ് ബാങ്ക് ആക്ട് ഉണ്ട്. അങ്ങനെ ഒരു സംവിധാനമുള്ളതാണ്. അതായത് നമ്മൾ റിസർവ് ബാങ്കിലേക്ക് വരുമ്പോൾ തന്നെ ബാങ്കുകളുടെ എല്ലാം തലതൊട്ടപ്പനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയേണ്ടതുണ്ട്. എല്ലാ ബാങ്കുകളുടെയും കൺട്രോൾ അതെ, അതിനെ എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് ഒരു ഇടപാടുകൾ നടത്തേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ഈ പറയുന്ന ഒരു ബാങ്കിൽ ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വീകരിക്കാൻ എങ്ങനെയൊക്കെ ലോൺ കൊടുക്കാം, എത്രമാത്രം ഇൻട്രസ്റ്റ് ഒരു വ്യക്തിക്ക് ക്യാഷ് കൊടുത്താൽ അല്ലെങ്കിൽ പൈസ ബാങ്ക് അനുവദിച്ചാൽ ഇൻട്രസ്റ്റ് ഈടാക്കാം, അതുപോലെ തന്നെ ഒരു വ്യക്തി കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ എത്രമാത്രം ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് നൽകാം ബാങ്കിന്. ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ബാങ്കുകൾ ഇപ്പോൾ പറയുന്ന പോലെ ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണ് ബാങ്കിങ് ഇൻഡസ്ട്രിയിലും. ഒരു കോമ്പറ്റീറ്റീവ് റേറ്റിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ആയാലും ലോൺ ഡിസ്പോസ് ചെയ്യുന്നത്. ഇപ്പോൾ ലോൺ എന്ന് പറയുന്ന സംവിധാനമുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലോൺ എന്നൊരു സംവിധാനമുണ്ട്. നമുക്ക് നമ്മുടെ ഒരു അത്യാവശ്യ ബീറ്റ് അല്ലെങ്കിൽ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനൊക്കെ പല രീതിയിലുള്ള പല സ്കീമിലുള്ള ഈ മുദ്ര ലോൺ പോലെയുള്ള പല ലോണുകൾ, പല പ്രൊഡക്ട്സ് എന്ന് തന്നെ പറയാം, ബാങ്കിങ് പ്രൊഡക്ട്സ്. ഇതൊക്കെ ഒരു ഉപഭോക്താവിന് നൽകുന്ന പ്രൊഡക്ട്സാണ്. പക്ഷേ ഇതെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു തീരുമാനങ്ങൾ, ഈ ഒരു ബാങ്കിൻ്റെ സ്കീം എല്ലാം വരുന്നത് റിസർവ് ബാങ്കിൻ്റെ കൺട്രോളിൻ്റെ ആസ്പദമാക്കിയായിരിക്കും. റിസർവ് ബാങ്ക് ആക്ട് എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ആക്ട്. അതെ. അപ്പോൾ പക്ഷേ നമുക്ക് അടുത്ത് പ്രധാനപ്പെട്ട നിയമങ്ങളിലോട്ട് കിടക്കാം. അതെ. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. നെഗോഷ്യബിൾ എന്ന് പറയുന്ന ആ വേർഡിൽ തന്നെ ഉണ്ട്, ആ വാക്കിൽ തന്നെ ഉണ്ട്. നമുക്ക് ഒരു വ്യക്തിയുമായിട്ട് ഇടപാട് നടത്തിയാൽ അതിനൊരു തെളിവായിട്ട് നമുക്ക് അദ്ദേഹം തിരിച്ചു തരണം. എന്ത് ഇടപാടായാലും, പ്രത്യേകിച്ച് ഒരു മണി ലെൻഡിങ് ഇടപാടുമായിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, പക്ഷേ ആ പൈസ കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്ക് വേണമല്ലോ. അല്ലാതെ നമുക്കൊരു വിശ്വാസം എന്നതിലുപരി നമുക്കൊരു ഡോക്യുമെൻ്റ്, ആ ഡോക്യുമെൻ്റ് എവിടെ പോയാലും അത് ഹോണർ ചെയ്യുന്നു, അത് ബഹുമാനിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അതിൽ നിന്ന് ആ പറയുന്ന ആ ഡോക്യുമെൻ്റ് ഒരു പൈസ കൊടുത്തതിനൊരു എവിഡൻസ് മാത്രമല്ല, കൂടാതെ അത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ മുമ്പിൽ, അതായത് കോടതികളിലോ മറ്റോ വന്നു കഴിഞ്ഞാലും അത് കോടതിക്ക് ബോധ്യം വരുന്നു ഇന്ന വ്യക്തി ഈ മറ്റേ വ്യക്തിയിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ആ അദ്ദേഹത്തിൻ്റേതായ ഡോക്യുമെൻ്റ് മറ്റേ ക്യാഷ് നൽകിയ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കൈവശം കൊടുത്തു എന്നുള്ളത് വ്യക്തമാക്കുന്നു. ഓക്കെ. അപ്പം പ്രധാനമായും പറഞ്ഞാൽ നമ്മുടെ കോടതികൾക്കും അതൊരു തെളിവായിട്ട് കാണാൻ കഴിയും.
അതുപോലെ തന്നെ നമുക്കും അതൊരു തെളിവാണ്. അതാണ് ഈ നെഗോഷ്യബിൾ കൊണ്ട് എന്നുള്ളൊരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു മണി ലെൻഡിങ്, അതായത് ഒരു വ്യക്തിക്ക് പൈസ കൊടുത്താൽ തിരിച്ച് അതെങ്ങനെ നമുക്ക് വാങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിയമം. അതായത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ NI ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് എന്ന് പറയും. ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്താണെന്ന്, അതായത് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ബാങ്കിങ് ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഇപ്പോൾ നമുക്ക് ആദ്യമായി പറയുന്നത് നമ്മുടെ ചെക്കിനെ തന്നെ പറയാം. നെഗോഷ്യബിൾ 3 തരത്തിലാണ് നമുക്ക് പ്രധാനമായും പറയാനുള്ളത്. ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് ലാഡിങ്. അപ്പോൾ ബിൽ ഓഫ് ലാഡിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആൾക്കാർ ഉപയോഗിക്കാത്തത്. അതെ, അതിൽ ഈ സാധാരണ ഇപ്പോഴും വന്നിട്ട് അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിബഞ്ചേഴ്സ് വരുന്നു, കടപ്പത്രങ്ങൾ, അതും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റാണ്. എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാത്തിനുപരി കടപ്പത്രങ്ങളുണ്ട്, അഡ്വാൻസ്ഡ് ഡോക്യുമെൻറ്റുകളുണ്ട്, ബാക്കി അതൊക്കെ ഒത്തിരി ഡോക്യുമെൻറ്റുകൾ ഇപ്പം നെഗോഷിയേറ്റ് ചെയ്യപ്പെടുന്ന, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എഗ്രിമെൻ്റ് പോലും ഒരു നെഗോഷ്യബിളായിട്ട് ഇൻസ്ട്രുമെൻ്റായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ട്രാവലേഴ്സ് ചെക്കുകൾ, ഈ ചെക്ക് അല്ലെങ്കിൽ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസം, നമുക്ക് നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യം അല്ലെങ്കിൽ നമുക്ക് ആ പണം തിരിച്ച് വാങ്ങാൻ സാധിക്കുന്ന ഒരു 2 വ്യക്തികൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ പണത്തിന് പകരമായി നമുക്ക് തരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഇത് കൃത്യമായി കയ്യിൽ വാങ്ങുന്നതോടൊപ്പം നമുക്ക് ഈ പണത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ നിയമപരമായി യൂസ് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിലെ മെയിൻ സാധനം, അതായത് സാധാരണക്കാർക്കും അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും അറിവുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ചെക്ക് എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഒരു സംവിധാനം. ഇപ്പോൾ ചെക്ക് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ കാര്യം ചെക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കടത്തിൻ്റെ മാത്രമല്ല അല്ലെങ്കിൽ ഒരു മണി ലെൻഡിങ്ങിൻ്റെ അവസ്ഥയിൽ മാത്രമല്ല, ഇത് ബാങ്കിൻ സേവനവുമായി ബന്ധപ്പെട്ട് പണം വിഡ്രോ ചെയ്യാനും അല്ലെങ്കിൽ ഫണ്ട്, ഇപ്പോൾ പുതിയ ബാങ്കിങ് സംവിധാനങ്ങളിലേക്ക് ഇതൊരു ഫണ്ട് ട്രാൻസ്ഫറിങ് ഡോക്യുമെൻ്റായിട്ടും, അതായത് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് എഴുതി നമുക്ക് ഈ പണം എടുത്ത് വേറൊരു ബാങ്കിലേക്ക് കൊണ്ടുപോകണമെന്നില്ല. ഒരു ചെക്കും ബാങ്കിൻ്റെ ഒരു ചെല്ലാൻ ഒരു ഫോം കൂടി പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പറയുന്ന ഈ നമ്മൾ എഴുതി കൊടുക്കുന്ന ഇൻസ്ട്രുമെൻ്റ് അനുസരിച്ച്, ഈ ചെക്ക് അനുസരിച്ചിട്ട് നമ്മുടെ കൺസെൻ്റ് അക്കൗണ്ട് ഉള്ള ബാങ്ക് നമുക്ക് വേണ്ടി ഒരു മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ പണം ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. പ്രധാനമായും പറയേണ്ടത് ഒരു ബാങ്കും ഒരു കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് കീപ്പ് ചെയ്യുന്നത് നമുക്ക് ഈ ചെക്കിൻ്റെ ഇത് വെച്ച് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഒരു വലിയ റിലേഷൻഷിപ്പ് തന്നെയാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു ചെക്ക് നമ്മൾ എങ്ങനെയൊക്കെ വാങ്ങാം. പലപ്പോഴും നമുക്ക് അഥവാ ചെക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, വണ്ടി ചെക്ക് തന്നു, ബ്ലാങ്ക് ചെക്ക് തന്നു. ഇതൊക്കെ എന്താണ് നിയമത്തിൻ്റെ സുരക്ഷിതത്വം എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. പ്രധാനമായും ഒരു വ്യക്തിയുടെ നമ്മൾ പൈസ വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കാൻ തരുന്നു, നമുക്ക് തിരിച്ച് ആ വ്യക്തി നമുക്കൊരു ചെക്ക് തരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ അതേ സൈൻ ചെയ്തിരുന്നു, സാധാരണഗതിയിൽ ഡേറ്റ് എഴുതുന്നു, സൈൻ ചെയ്തിരുന്നു, എമൗണ്ട് എഴുതുന്നു, എമൗണ്ട് അക്ഷരത്തിലും അക്കത്തിലും എഴുതുന്നു, കൃത്യമായി ഡേറ്റ് ഇടുന്നു, അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ച് സൈൻ ചെയ്യുന്നു, ചെക്കിൽ സൈൻ ചെയ്യേണ്ട ഭാഗത്ത് കൃത്യമായി സൈൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ക്രോസ്ഡ് ചെക്കാണെങ്കിൽ ആ ഒരു വ്യക്തി ആർക്കാണോ അതിനകത്ത് എഴുതിയിരിക്കുന്ന നെയിം, ആരുടെ പേരാണോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിന് മാത്രമേ ഈ ക്രോസ്ഡ് ചെക്ക് പോയി വിനിമയം ചെയ്ത് മാറാൻ കഴിയത്തുള്ളൂ. അത് ചെക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതൊരു ക്യാഷ് ചെക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്രോസ് ചെക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു വര ഇടുന്നത് തന്നെ ചെക്കിൻ്റെ ആ ഒരു ചെക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മളൊരു വരയിലൂടെ തന്നെയാണ്. ഇപ്പോൾ 2 വര വരച്ചു കഴിഞ്ഞാൽ വ്യക്തമാകുകയാണ് ഇത് ക്രോസ് ചെക്കാണ്. അക്കൗണ്ട് പേയ്ക്ക് മാത്രം. അക്കൗണ്ട് പേ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കൊടുക്കുന്ന ഒരാൾക്ക് മാത്രമേ, അല്ല അക്കൗണ്ട് വഴി മാത്രമേ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പലവിധ സംവിധാനങ്ങളാണ് ഈ നെഗോഷ്യബിൾ. നമുക്ക് എല്ലാവർക്കും ഒരു പേപ്പർ കഷ്ണം മാത്രമാണ്, പക്ഷേ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ വളരെ വലുതാണ്. അടുത്തതായി പ്രധാനമായിട്ടും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഇപ്പം എമൗണ്ട് എഴുതിയിട്ടില്ല, ചെക്കിൽ എമൗണ്ട് എഴുതാനാണ് കൊടുത്തത്, ഡേറ്റ് എഴുതാനാണ് കൊടുത്തത്. പക്ഷേ ഒരു കാര്യമുണ്ട്,
നമ്മുടെ നിയമത്തിന് മുമ്പിൽ വരുമ്പോൾ ഒരു സിഗ്നേച്ചർ മാത്രം മതി അദ്ദേഹമായിട്ടൊരു ഇടപാട് നടത്തി എന്നുള്ളതിന് പ്രധാനമായും തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യം. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ചെക്കിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 മാസം. 3 മാസം കൊണ്ട് തന്നെ ആ ചെക്ക് നമ്മൾ ഡേറ്റ് എഴുതി കഴിഞ്ഞാൽ ആ ചെക്ക് നമ്മൾ ഓണർ ചെയ്ത് എൻകാഷ് ചെയ്ത് പൈസ എടുത്തോളും എന്നാണ് അതിൻ്റെ അർത്ഥം. 3 മാസത്തെ കാലാവധി ഒരു ചെക്കിനുണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ. മറ്റൊന്ന് നമ്മൾ ചെക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന വ്യക്തിക്ക് ഏത് ബാങ്കിൻ്റെ ചെക്കാണോ നമുക്ക് തരുന്നത് ആ ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യം, ഇപ്പോഴും റണ്ണിങ് ആണോ എന്നുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളത് വളരെ ശ്രദ്ധിച്ചിരിക്കണം. അല്ലാതെ ഇപ്പോൾ സ്റ്റെയിൽഡ് ചെക്കുണ്ട്, അത് കാലഹരണപ്പെട്ട ചെക്കാണ്. അത് ബാങ്കിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് സാധാരണഗതിയിൽ ഒരു വ്യക്തി ബാങ്കിലൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ചെക്ക് തരുന്നു. ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തൻ്റെ കൈവശമുള്ള എല്ലാ ചെക്ക് ലീഫും തിരിച്ചു കൊടുക്കേണ്ടതാണ്. ആ തിരിച്ചു കൊടുത്ത് ആ അക്കൗണ്ടും ക്ലോസ് ചെയ്യേണ്ടതാണ്. പിന്നെ അഥവാ എന്തെങ്കിലും കാരണവശാൽ തിരിച്ചു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ വ്യക്തി ആ ക്ലോസ് ചെയ്ത ബാങ്കിൻ്റെ തൻ്റെ ചെക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അത് നിയമപരമായി തെറ്റായിട്ടുള്ളൊരു കാര്യം. മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഇപ്പം അദ്ദേഹത്തിൻ്റെ ചെക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ സമയം തന്നെ എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത് അത് ബാങ്കിനെ അറിയിക്കേണ്ടതാണ്. രേഖാമൂലം എഴുതി അറിയിക്കേണ്ടതാണ്. എൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് കൈമോശം വന്നു പോയി, അത് നമ്പർ അറിയാമെങ്കിൽ നമ്പർ അറിയിച്ചിരിക്കണം. കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തി ഇടപാട് ട്രാൻസാക്ഷൻ നടത്താൻ ഈ ബാങ്കിൽ എൻ്റെ അക്കൗണ്ട് മുഖേന ട്രാൻസാക്ഷൻ നടത്താൻ വരികയാണെങ്കിൽ അതെന്നെ അറിയിക്കേണ്ടതാണെന്ന് ബാങ്കിനെ ഇൻഫോം ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം നഷ്ടപ്പെട്ട ചെക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിലായിരിക്കും ഇൻ കേസ് ആ പറയുന്ന ചെക്ക് കിട്ടാൻ. അദ്ദേഹം അത് ഒരു ബാങ്ക് കൊണ്ട് എൻകാഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. ചിലപ്പം പൈസ ഉണ്ടാവും, ആ പൈസ അദ്ദേഹം എടുത്തുകൊണ്ട് പോകും. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പൈസ ഇല്ല, അതൊരു അൺസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് അൺസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തി ആ ചെക്ക് ഉപയോഗിച്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം കോടതിയിൽ നമുക്കെതിരെ നമ്മളുമായിട്ട് അദ്ദേഹത്തിനൊരു പണം ഇടപാടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് പണം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം നമ്മുടെ വീഴ്ച കൊണ്ടാണ് ഈ പറയുന്ന ചെക്ക് നമ്മളെ നഷ്ടപ്പെട്ടത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, എങ്ങനെയാണ് അഥവാ നമുക്കൊരാൾ പൈസ തരാറുണ്ട്, അദ്ദേഹം പൈസ വാങ്ങിയതിന് ശേഷം നമുക്കൊരു ചെക്ക് തരുന്നു. ആ ചെക്ക് അദ്ദേഹം എന്നാണോ പൈസ തരുന്നത് അന്ന് നമ്മൾ മടക്കി കൊടുക്കേണ്ടതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് പൈസ തരുന്നത് മടക്കി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ ഡേറ്റ് ഇട്ടിട്ട് അയാളുടെ അക്കൗണ്ടിൽ പണമുണ്ട് എന്ന് ഉറപ്പ് വരുത്തി നമുക്കത് എൻകാഷ് ചെയ്തെടുക്കാം. ചെക്ക് നമുക്കത് ഉപയോഗിക്കാം. അത് 2 കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചെക്ക് കൊടുക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ചെക്ക് ഏതെങ്കിലും വ്യക്തിയുടെ നിന്ന് നമ്മളിപ്പോൾ കുറച്ച് പൈസ വാങ്ങുകയാണ്, പകരം നമ്മുടെ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ പൈസ എന്ന് കൊടുത്ത് ഇടപാട് തീർക്കുന്നു ആ നിമിഷം നമ്മൾ ചെക്ക് തിരിച്ച് വാങ്ങിയിരിക്കണം. അല്ലാതെ നമ്മൾ ഇടപാട് തീർത്തു എന്ന് നമുക്ക് തെളിയിക്കാൻ വേറെ രേഖകളില്ല. ആ ചെക്ക് ക്യാൻസൽ ചെയ്യണം. അല്ലാത്ത പക്ഷം നമുക്ക് നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടത്തില്ല. അതെ, ചെക്ക് ക്യാൻസൽ ചെയ്യുക എന്നൊരു പദം പറഞ്ഞു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെക്ക് ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതൊന്ന് വിശദമാക്കാവും. അത് വലിയൊരു പ്രോസസ്സൊന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം. അതെ. ഇപ്പോൾ ചെക്ക് നമ്മൾ ചെക്ക് എഴുതി 2 വരെ വരച്ചത് അതിൽ നിന്ന് ക്യാൻസൽഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ചെക്ക് ക്യാൻസൽഡ് ആണ്. എന്തെങ്കിലും ആ ചെക്കിൽ, കാരണം ആ ചെക്ക് നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ ആ ചെക്ക് പ്രോപ്പറായിട്ട് ക്യാൻസൽ ചെയ്തു എന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ചെക്ക് ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഒപ്പിട്ട ഒരു ചെക്ക് വേറെ ആൾ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്കത് വേണമെങ്കിൽ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ട് ക്യാഷ് ഓൺ ക്യാഷ് അല്ലെങ്കിൽ മറ്റുള്ള രീതികളിലേക്ക് അങ്ങനെ ഒരുപാട് കേസുകൾ അനാവശ്യമായുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്നതാണ്. അനാവശ്യമായി കേസിലൊക്കെ ഇടപെടേണ്ടി വരും. അപ്പോൾ അതൊന്നുകൂടി വ്യക്തമാക്കുന്നത് ഈ നെഗോഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ ചെക്കിൻ്റെ കാര്യത്തിൽ അപ്പോൾ അത് രണ്ടാമതായി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിൽ
പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ എഴുതി നമ്മൾ പലരും പ്രോമിസറി നോട്ടെന്ന് വിചാരിക്കുമ്പോൾ എന്തൊക്കെയോ നമ്മൾ ഒരു എഗ്രിമെൻറ്റ് പോലെയൊക്കെ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വലിച്ചുവാരി എഴുതേണ്ട കാര്യമൊന്നുമില്ല. പ്രോമിസറി നോട്ടിൽ ആ ഇടപാടുകാരനും ഇടപാടുകാർ രണ്ടുപേരും വാങ്ങുന്നയാൾ പണം വാങ്ങുന്നയാളും കൊടുക്കുന്നയാളും തമ്മിൽ ഉള്ള അവരുടേതായ മേൽവിലാസങ്ങളും അത് കഴിഞ്ഞിട്ട് എത്ര രൂപയാണോ കൊടുത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവലോകനം അല്ലെങ്കിൽ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു കുറച്ച് വാക്യങ്ങൾ മാത്രം, സെൻറ്റൻസ് മാത്രം മതിയാവും. അല്ലാതെ നമ്മൾ വളരെ വലിച്ചുവാരി എഴുതി ഒരു പ്രോമിസറി നോട്ട് ഒരു എഗ്രിമെൻ്റ് ആക്കാനാണ് പലരും ശ്രമിക്കുന്നത്. കാരണം തീർച്ചയായും അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. നമുക്ക് കൊടുക്കേണ്ട എമൗണ്ട് അല്ലെങ്കിൽ കൊടുത്ത ഡേറ്റ് എന്നാണ് അതിൻ്റെ കണ്ടീഷൻ എന്താണ്? കണ്ടീഷണലായിട്ടാണ് അത് കണ്ടീഷൻ ഡോക്യുമെൻ്റ്. അപ്പോൾ അത് കണ്ടീഷണലായിട്ടുള്ള ഡോക്യുമെൻ്റാണ്. ചെക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രാൻസാക്ഷൻ പരമായിട്ടുള്ള എല്ലാം ട്രാൻസാക്ഷൻ തന്നെയാണ്. പക്ഷേ നമുക്ക് ചെക്ക് എന്ന് പറയുമ്പോൾ എമൗണ്ടിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. അത് എന്ത് ഇടപാട് നടത്താനാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അതിനകത്ത് വ്യക്തമാക്കേണ്ട കാര്യമില്ല. പക്ഷേ പ്രോമിസറി നോട്ടിൽ നമ്മൾ ട്രാൻസാക്ഷൻ എന്തിനാണ് എന്നുള്ളത് കൃത്യമായി ട്രാൻസാക്ഷൻ എന്ന് നടന്നു എന്നുള്ളത് മാത്രം കൂടാതെ നമ്മൾ റവന്യൂ ഒരു ഇപ്പോഴത്തെ ഇതിൽ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ₹1 റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് അതിനെ ക്രോസ് ചെയ്ത് സിഗ്നേച്ചർ സൈൻ ചെയ്യുക എന്നുള്ളത്. ആരാണോ ക്യാഷ് വാങ്ങിയ ആൾ അദ്ദേഹം സൈൻ ചെയ്താൽ മതിയാവും. ഇതാണ് പ്രോമിസറി നോട്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമ്മൾ പറയാനുള്ളത് ബിൽ ഓഫ് ലാഡിങ്. അത് കൂടുതലും ഈ ഷിപ്പിങ്ങും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ റെസീറ്റുകൾ, അപ്പോൾ ബിൽ ഓഫ് ലാഡിങ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അത് വേറെ രീതിയിലോട്ട്, അതായത് ഇപ്പം ഷിപ്പിങ്ങിൻ്റെയും മെർക്കൻറ്റൈൽ ലോ ഒക്കെ വന്ന് അടിസ്ഥാനത്തിൽ മറ്റൊരു രീതിയിലോട്ട് ഷിപ്പിംഗ് ഡോക്യുമെൻറ്റുകൾ മാറിയിട്ടുണ്ട്. എന്നാലും ഒരു കൂടുതൽ പറയുകയാണെങ്കിൽ മുമ്പ് ബിസിനസ്സുകാർ നടത്തുന്ന ആൾക്കാരാണ് കൂടുതൽ ഇത് ഉപയോഗിക്കാറ്. ബിസിനസ്സുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാന ഡോക്യുമെൻ്റായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ബിൽ ഓഫ് ലാഡിങ്ങും മുമ്പ് ട്രേഡ് നടത്തുമ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം എന്തൊക്കെ സബ്സ്റ്റൻസാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ ഒരു ബിൽ ഓഫ് ലാഡിങ് ഉണ്ടാവും, ഒരു ഡോക്യുമെൻറ്റ്. ഈ പറയുന്ന വസ്തുക്കൾ വാങ്ങിയതിന് ശേഷം അതായത് ഏത് വ്യക്തിയാണോ ഇത് കൊടുത്തുവിടുന്നത് മറ്റൊരാളുടെ കൊടുത്തു വിടുന്നു, അല്ലെങ്കിൽ പാഴ്സലായിട്ട് സർവീസ് ചെയ്യുന്നു, ഇതുമായിട്ട് ആർക്കാണോ ഏത് വ്യക്തിയാണ് വാങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഈ ബിൽ ഓഫ് ലാഡിങ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റുമായിട്ട് പോകും. അതിനകത്ത് പറയുന്ന എമൗണ്ട് എത്രയാണോ അത് നൽകുന്നയാൾക്ക്, അതായത് ഈ സർവീസ് നൽകുന്നയാൾക്ക് കൊടുക്കേണ്ടതാണ്. ഇതാണ് മൂന്നും പ്രധാനമായിട്ടും പറയാനുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് 3 ഡോക്യുമെൻറ്റ്സ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്നതാണ് ഈ നിയമത്തിൽ പറയുന്നത്. പിന്നെ അടുത്ത് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ട്രാവലേഴ്സ് ചെക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അറിയായിരിക്കും. നമുക്ക് ഏത് ബാങ്കിലും ഇത് മാറാവുന്നതാണ്. ഈ ചെക്കിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് എൻകാഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഏത് സമയത്തും നമുക്ക് എപ്പോഴാണോ പൈസ അത്യാവശ്യം വരുന്നത് നമുക്ക് ആ സംവിധാനം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ട്രാവൽ ചെയ്യുന്ന ട്രാവലേഴ്സിന് വളരെ അത്യാവശ്യമായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്നത്. മറ്റൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത് ഈ 3 പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പോയിട്ടുള്ളതാണ്. ബാക്കി പറയുന്നത് ഡിബഞ്ചേഴ്സ്, കടപ്പത്രങ്ങൾ. ഇപ്പം നമുക്കറിയാം നമ്മുടെ എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പല വ്യക്തികളെയും നിന്നും സ്ഥാപനങ്ങളെയും നിന്നൊക്കെ ഗവൺമെൻറ് കടമെടുത്താണ് ചിലപ്പോൾ അന്നത്തെ ഭരണ സംവിധാനങ്ങളും എംപ്ലോയീസിനുമൊക്കെ ശമ്പളം കൊടുക്കും. ശമ്പളവും മറ്റുമൊക്കെ കൊടുക്കും. നമുക്കിപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരുപാടുള്ള ഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കടം വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പത്രത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ സംവിധാനം എങ്ങനെയാണത് കടം വാങ്ങുന്നത് തിരിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ തിരിച്ച് എന്താണ് സംഭവിക്കുന്നത്, അതെന്താണ് ഒരു ഉറപ്പ്? അത് ഒരു ഗവൺമെൻറ് തന്നെയാണ്, അവർ തന്നെ ഒരു കടപ്പത്രം, അതായത് ഡിബഞ്ചേഴ്സ് ഇറക്കും. ബാങ്ക് ഇത് ഈ പറയുന്ന സംവിധാനം വഴി ട്രഷറിയും മറ്റുമൊക്കെ വഴി ഈ പറയുന്ന ഡിബഞ്ചേഴ്സ് നമ്മുടെ സൊസൈറ്റിയിൽ ഇറക്കും. അപ്പോൾ ഏത് വ്യക്തിയാണോ അദ്ദേഹത്തിന് നല്ല ക്യാഷിൻ്റെ
ക്യാഷുള്ള വ്യക്തികൾക്ക് ആ ഡിബഞ്ചേഴ്സ് വാങ്ങി സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ചില വ്യക്തികൾ പറയാറുണ്ട്, ഇത് ഡിബഞ്ചറാണ്, ഗവൺമെൻറ് പോലും എൻ്റെ കടക്കാരനാണ് എന്ന് പറയുന്നത്. അങ്ങനെ തമാശയായിട്ട് പറയുന്നത്. പക്ഷേ ആ ഒരു സംവിധാനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ എൻ എ ആക്ടിനെ കുറിച്ചും, അതായത് നമ്മുടെ എൻ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, അതിന് ഇപ്പോൾ ചെക്ക്, കടപ്പത്രങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഗവൺമെൻറ് കടപ്പത്രങ്ങൾ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നു, അതിന് ആ ഒരു സംവിധാനം എങ്ങനെയാണെന്നതിനെ കുറിച്ചും പറഞ്ഞു. ഇത് ഈ ഡിബഞ്ചേഴ്സിൽ വരുന്ന കാര്യങ്ങൾ വളരെ ചെറുതായിട്ട് ഒന്ന് വിശദീകരിക്കാൻ കഴിയും. ഇപ്പോൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ കടപ്പത്രങ്ങളാണ്. അതെ, കടപ്പത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നതാണ്. പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, കമ്പനികളിലും ഡിബഞ്ചേഴ്സ് ഉണ്ട്. അതെ, ഷെയർ ഹോൾഡിംഗ് ആൾക്കാർ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ കമ്പനി എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി ആയിരിക്കും, പക്ഷേ അത്രമാത്രം എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഒരു കമ്പനി തുടങ്ങുന്നത് കമ്പനീസ് ആക്ട് അനുസരിച്ച്, കമ്പനീസ് ആക്ട് രണ്ട് ഡയറക്ടേഴ്സ് മിനിമം വേണം എന്നുള്ളതാണ്. അതെ. അപ്പോൾ അവർ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഒരു കമ്പനി തുടങ്ങുന്നു, ആ കമ്പനി ഫ്യൂച്ചറിൽ അവരുടെ ആക്ടിവിറ്റീസ് നടക്കാനും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാനും ഒക്കെ ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ട് ആവശ്യം വരാം, ആ കമ്പനിയുടെ പ്രവൃത്തി അനുസരിച്ചിട്ട്. അതെങ്ങനെയാണ് അവർ റേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പ്രധാനമായും അവരും ഡിബഞ്ചേഴ്സാണ് ഇറക്കുന്നത്. അത് വാങ്ങുന്ന ആൾക്കാർ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ചോദിക്കാൻ കാര്യം, ഈ ഗവൺമെൻറ് മാത്രമേ കടപ്പത്രങ്ങൾ ഇറക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കമ്പനിയൊക്കെ ഇറക്കുന്നത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉണ്ടാവും. ഇപ്പോൾ ഷെയർ ഹോൾഡിങ്സ് എന്ന് പറയും. ഇപ്പോൾ അറിയാം, ഷെയർ ബ്രോക്കേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ അതും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അതൊരു പക്ഷേ എന്നതിലുപരി ഈ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ഓരോ ഷെയറായിട്ടാണ് വാങ്ങുന്നത്. അപ്പം ഒരാൾ 100 ഷെയർ വാങ്ങുന്നു, ഷെയർ മാർക്കറ്റിലോട്ട് ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും ഷെയർ. അപ്പം ആ ഷെയർ മാർക്കറ്റിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓരോ കമ്പനിയും ഷെയർ വാങ്ങുന്നു. ഇതിപ്പോൾ നമ്മുടെ ബാങ്കിങ് റെഗുലേഷനിൽ നിന്ന് കുറച്ചൊന്ന് ഡിവിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ കടപ്പത്രം എന്ന് വരുന്നത് പറയാൻ ഉദ്ദേശിച്ചത് കടപ്പത്രമാണ്. കമ്പനിയും കടപ്പത്രം ഇറക്കുന്നത്. ഇപ്പോൾ ചില കമ്പനികൾ സാമ്പത്തികമായി വളരെ നഷ്ടം സംഭവിക്കുകയും മാന്ദ്യമുണ്ടാവുകയും ഫണ്ട് മറ്റൊരു രീതിയിലും റേസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരികയാണെങ്കിൽ ഈ പറയുന്ന കമ്പനി ഡിബഞ്ചേഴ്സ് ഇറക്കും. കാശുള്ള വ്യക്തികൾ ആ ഡിബഞ്ചേഴ്സ് വാങ്ങി സൂക്ഷിക്കും. പിന്നീട് കമ്പനി ലാഭത്തിൽ വരുമ്പോൾ ആ ഒരു ലാഭത്തിൻ്റെ വിഹിതവും ഈ ഡിബഞ്ചർ ഹോണർ ചെയ്തുകൊണ്ടുള്ള എത്രയാണോ എമൗണ്ട് ആ വ്യക്തി നൽകിയത് ആ എമൗണ്ട് തിരിച്ചു കിട്ടുന്നതാണ്. അതും തീർച്ചയായിട്ടും വിശ്വാസയോഗ്യം തന്നെയാണ്. അപ്പം ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് വരുന്ന വിഷയങ്ങളനുസരിച്ച് പലപ്പോഴും ഗവൺമെൻറ് നമ്മളെ കബളിപ്പിക്കുകയാണോ, ഈ ഡിബഞ്ചർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളും കബളിക്കപ്പെടുവോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവാം. പക്ഷെ അവരതൊരിക്കലും ഇല്ല. അഥവാ തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായി മുന്നോട്ട് പോയി ഈ പറയുന്ന ഗവൺമെൻറ് സ്ഥാപന ജംഗമ വസ്തുക്കളിൽ നിന്നും ഈ നമ്മുടെ ക്യാഷ് എത്രയാണോ ഡെറ്റ് ഉള്ളത് അവിടെയാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അല്ലെങ്കിൽ അതിൻ്റെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റിനുള്ള ഒരു പ്രസക്തി, പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഒരു രീതിയിൽ നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ഒരു സെക്യൂരിറ്റി നമുക്ക് നിയമപരമായി തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാങ്കിങ് ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ബാങ്കിങ് റെഗുലേഷനെ കുറിച്ച് അല്ലെങ്കിൽ ബാങ്കിങ് നിയമ സംവിധാനങ്ങൾ, എന്തൊക്കെ നിയമങ്ങൾ നമുക്കുണ്ട്, നമ്മുടെ പണം എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളതും, അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ സംവിധാനങ്ങൾ നിയമപരമായി എങ്ങനെ ചെയ്യാമെന്നത്, നിയമപരമായി ഒരു സിറ്റിസണ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ ഇതിൻ്റെ നമ്മുടെ പ്രോമിസറി നോട്ട്, ചെക്ക് എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഇതിൽ വരുന്ന എങ്ങനെ ഇതിൽ നിന്ന് പൈസ ഈടാക്കാം, കോടതി എങ്ങനെയാണ് നമുക്ക് കബളിപ്പിക്കപ്പെട്ടു എന്ന് അറിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് മാറാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ തിരിച്ച് ലഭിക്കും എന്ന്, നമ്മുടെ സെക്യൂരിറ്റി എങ്ങനെ ആണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു സെക്യൂരിറ്റി അറിയേണ്ടതുണ്ട്. അപ്പോൾ നീതിപാതയുടെ ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ വീണ്ടും ഈ നിയമവുമായിട്ട് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.